ഹായ് ഹായ്. വലുതായി പപ്പ വന്നെങ്കിൽ ഇനി വെട്ടാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയില്ല, അന്നേരം പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു, ഇപ്പം എൻ്റെ വീട്ടിലോട്ട് ഞാൻ വന്നിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്, ദൂരോട്ടൊന്നും പോകണ്ട, തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീടും. ഞാനന്നേരം ഇവിടെ കൊച്ചിന് കെട്ടിയ ഊഞ്ഞാലാണ്. അന്നേരം ഞാനായിരുന്നു ഇരുന്ന് ആടുന്നത്. കൊച്ചിന് കെട്ടിയ ഊഞ്ഞാലിനകത്ത് ഞാൻ കയറിയിരുന്ന് ആടുകയാണ്. അതുകൊണ്ട് ഇതാണ് ഞങ്ങളെ വീട്, കണ്ട ഫുൾ വീട് കണ്ട. അതുകൊണ്ട് എൻ്റെ അനിയത്തി അവിടെ നിന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നു. ഓ അമ്മ അവിടെ ഇരിക്കുന്നു, എൻ്റെ മോള് അതുകൊണ്ട് അവിടെ നിൽപ്പുണ്ട് കേട്ടാ. ഇതാണ് ഫുൾ വീട്. അവിടെ ഞങ്ങൾക്കൊരു പട്ടി ഉണ്ടായിരുന്നു കേട്ടാ, പക്ഷെ പട്ടി അത് മരിച്ചു. ഇവിടെ ഊഞ്ഞാല് അവിടെ കാണുന്നതാണ് വഴി, ഞങ്ങളെ വഴിയാണത് കേട്ടോ. ഇതാണ് ഞങ്ങളെ വഴി, വീട്ടിലോട്ട് ഇറങ്ങി വരാനുള്ള വഴിയായത്. ഞാനിവിടെ അടുത്തൊക്കെ വീടുകളുണ്ട്. ഞാനിവിടെ ഫുള്ള് പപ്പയുടെ കൃഷികളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ഫുൾ പച്ചപ്പ് പിടിച്ച് കിടക്കുകയാണ് കണ്ടില്ല. ആത്തിമരമുണ്ട്, അതുപോലെ കണ്ട് 2 തെങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഞങ്ങൾ പോയോണ്ടായിരിക്കും. പിന്നെ കണ്ട് നമ്മളെ കപ്പമരം, അതുപോലെ 2 മാവ് നിൽപ്പുണ്ട്. മാങ്ങ ഇതിന് മുമ്പ് സീസൺ ആകുമ്പോൾ നല്ല ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. പിന്നെ കണ്ട് നമ്മളെ വാഴ പറഞ്ഞില്ലായിരുന്നു, വാഴയുടെ കൊലയൊക്കെ താണ്ട് കാണിക്കും വാഴ കൊലച്ചൊക്കെ നിൽപ്പുണ്ട്. അപ്പുറം ഇപ്പുറമൊക്കെ കൊലച്ച് നിൽപ്പുണ്ട് വാഴയൊക്കെ. പിന്നെ നമ്മൾ തെങ്ങ് കായ്ച്ചിട്ടുണ്ട്, 2 കൊലയുണ്ട് കേട്ടോ. അവിടെ ഉണ്ട്, അവിടുത്തെ മറ്റേ വാഴക്കകത്തും ഉണ്ട്. വലുതായി പപ്പ വന്നെങ്കിൽ ഇനി വെട്ടാൻ പറ്റത്തുള്ളൂ കേട്ടോ. വേറെ വെട്ടി വെച്ചിട്ടുണ്ട്, പഴിപ്പിക്കാൻ വേണ്ടി വേറെ വെട്ടി വെച്ചിട്ടുണ്ട്. ആണ്ട് ഇവിടെയും ഒരു വാഴക്കൊലയുണ്ട്, ഒരു കൊലയുണ്ട് കേട്ടോ. ഇത് പാളയം തോടനാന്ന് തോന്നുന്നു. താണ്ട് വേറെ ഇവിടെയും ഒരു കൊലയുണ്ട്. വീട്ടിൻ്റെ അടുക്കള കണ്ടില്ലേ, അടുക്കള കണ്ടോ താണ്ടേ. അമ്മ ഇവിടെ എല്ലാം നല്ല വൃത്തിയാക്കി ഇട്ടേക്കുക. വേണ്ട ചെറിയ അടുക്കളയാണെങ്കിൽ എല്ലാം നല്ല ഒതുക്കി പറക്കി വൃത്തിയാക്കി ഇട്ടേക്കാണ്. വേണ്ടേ നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് ചോറിന് നല്ല തോരനുണ്ട്, അമരയ്ക്ക തോരനുണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു. പിന്നെ നല്ല വടക്കും പുളിയൊക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളി അയലക്കറിയാണ്, നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഇതും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഇന്ന് ചോറ് തിന്നണ്ടില്ലേ. പിന്നെ ഇന്നലത്തെ വാളക്കറി, തേങ്ങ അരച്ച് വെച്ച വാളക്കറി, നല്ല പറ്റിച്ച് വെച്ച വാളക്കറിയാണ്. പിന്നെന്തുവാ, ഇവിടെ കൊച്ചിന് നമ്മളൊരു തൊട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അനിയത്തിയുടെ കൊച്ചിൻ്റെ തൊട്ടിയാണ്. അവനിവിടെ ഇല്ല, അനിയൻ കടയിലോട്ട് കൊണ്ടുപോയിരിക്കുന്നു. അവന് വേണ്ടി തൊട്ടിലിവിടെ കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അകത്തെ പെരയിൽ ഇവിടെ ഫാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഫാൻ പക്ഷെ കറങ്ങത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ അവിടെ തൊട്ടിൽ കെട്ടിയിട്ടേക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ അമ്മയുടെ ഡ്രസ് കളക്ഷൻസ്, കണ്ടില്ലേ, നൈറ്റി കണ്ടില്ലേ, അതെ നൈറ്റിയുടെ കളക്ഷൻസ് ആണ് കണ്ട. നല്ല അടിപൊളി വർഷങ്ങളായ നൈറ്റികളാണ് അമ്മയെല്ലാം സൂക്ഷിച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചേക്കുന്നുണ്ട്. അമ്മയുടെ പുതിയ സാരി എന്താ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്, നല്ല അടിപൊളി സാരിയാണ്. പിന്നെന്തുവാ, നമുക്ക് വെളിയിലോട്ട് ഇതാണ് എൻ്റെ അമ്മമ്മ താണ്ട് ഇവിടെ നിന്ന് ചായ ഇടുകയാണ് കണ്ട. ആരാ കാണിക്കുന്നതെന്നോ? അമ്മാമ്മയെ കാണിക്കുന്നു. ഞങ്ങൾക്ക് യൂട്യൂബിനകത്ത് ഇടാനുള്ള അമ്മാമ്മയുടെ. ഞങ്ങളിവിടെ ഗ്യാസൊന്നും ഇല്ല, കണ്ട അടുപ്പിലാണ് ചായ ഇടുന്നത്. അമ്മാമ്മ ഞങ്ങൾക്ക് ചായ ഇട്ടിരുന്നുണ്ട്. അമ്മാമ്മ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിരിക്കുക. അമ്മാമ്മയ്ക്ക് ഇതായി ഇപ്പോൾ 10-75 വയസ്സെങ്ങാണ്ടായി കണ്ടില്ലേ. മുടിയൊന്നും നരച്ചത് പോലും ഇല്ലാണ്ടില്ലേ, നല്ല കറുത്ത മുടിയായിട്ട് കിടക്കുക. വീഡിയോ എടുക്കുന്നതിന് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. പിള്ളേർക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നത് എൻ്റെ അടുത്ത്. കണ്ടാണോ ചായ ഇടുന്നു. അമ്മ കുളിക്കാൻ പോയേക്കുക.
ഒരു ഹായ് പറയാം മാമ. ഹായ് പറ. ഹായ്. ഹായ്. അമ്മാമ്മ ദാണ്ട് അന്നേരം അമ്മക്ക് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അമ്മ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കുക. അമ്മ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ ഇങ്ങോട്ട് നോക്കാം മാമ. അമ്മ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല മീൻകറിയും കൂട്ടി, നല്ല വടക്കം പുളി ഇട്ടുള്ള മീൻകറിയും കൂട്ടി തിന്നാൻ വേണ്ടിയാണ് അമ്മമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് ദോശ തിന്നാൻ. ഞാൻ ഇച്ചിരി കാര്യം ചായറുള്ള ദോശ തിന്നുന്നതാണ്. മാമയ്ക്ക് ഭയങ്കര സ്നേഹം നമ്മളോട്. നമ്മളെല്ലാം കല്ലിൽ തന്നെയാണ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ കല്ലിൽ തന്നെയാണ് ചെയ്യുന്നത്. കല്ലിലല്ല, അടുപ്പിൽ. നമുക്ക് തെറ്റിപ്പോയി കേട്ടോ, സോറി. നമ്മൾ അടുപ്പിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതാണ്ട് ഇതാണ് എൻ്റെ അനിയത്തി. അനിയത്തിൻ്റെ മുമ്പത്തെ വീഡിയോക്കകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്നാലും നമ്മളെ വീട്ടിൽ വന്നില്ല. അന്നേരം പിന്നെ ഒന്നുകൂടെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും നമ്മളെ തിണ്ണയിൽ ഇങ്ങനെ നിരന്നിരിക്കുക. അപ്പോൾ അവിടെ വിറവ് വേണ്ട. ഞങ്ങളെ വിളക്ക് പെരയായിരുന്നു. ഇപ്പം വിളക്ക് കത്തിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ വിറവെല്ലാം കൂടെ വാരിയിട്ടേക്കുക. വിളക്ക് നമ്മൾ പുറത്തല്ലാതെ വേറെ കത്തിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ തിണ്ണയിൽ നിരന്നിങ്ങനെ ഇരിക്കുക ചായ കുടിക്കാൻ വേണ്ടി. ഇതുവരെ അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു. കണ്ട് ഇതാണ് എൻ്റെ അമ്മ. ഉണ്ടോ? ഹായ്. അപ്പം നമ്മൾ ചായയൊക്കെ ഇട്ട് ചായ കുടിക്കുകയാണ്. എല്ലാവരും വെളിയിൽ തിണ്ണയിരുന്നാണ് ചായ കുടിക്കുന്നത്. വെളിയിൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ റോട്ടിൽ കൂടെ വണ്ടിയൊക്കെ പോകാൻ നമുക്ക് ഇവിടെ നിന്ന് കാണാം. നമ്മൾ റോട്ടിലോട്ടൊക്കെ നോക്കിയിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവും. ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുന്നതാണ്. അന്നേരം നടന്ന് വേണം പോവാൻ. അന്നേരം തോന്നും ദൂരമില്ല, കുറച്ച് പോയാൽ മതി. എന്നിട്ട് നടന്ന് ഞാൻ പോവും. ചായ കുടിച്ചിട്ട് ഇച്ചിരി കഴിയുമ്പോൾ റെഡിയായി പോകാനുള്ളതാണ്. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അന്നേരം എല്ലാവർക്കും ടാറ്റാ. ടാറ്റ ഉടമ. ടാറ്റ. ബൈ 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 ഓൾ.